ഞാൻ യോജിക്കുന്നത്. ചെറിയൊരു തെരുവുകൾ നമ്മളെ കൂട്ടത്തിൽ എല്ലാവരും വിളിക്കുന്നത് ആ ഒരു ഇതിൽ സംഭവിക്കുന്നത്, അല്ലാണ്ട് വലിയ തെരുവുകളൊന്നും വിളിക്കാണ്ട് നിന്നാ മതി. എന്റെ അഭിപ്രായം ഫാമിലി ഓഡിയൻസിന് അത്രയും കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവ ഷർട്ട് ഇട്ടതുള്ളൂ. സ്പിന്ന് വന്നു വിചാരിക്കേ ഇവരടക്കം കണ്ടോണ്ടിരിക്കുമ്പോ ഇത് ചെയ്തത് ഇവിടെ മുതിർന്ന കല്യാണം കഴിഞ്ഞ ഡാൻസ് കളിക്കാൻ വന്ന അസ്പാക്ക് എന്ത് ഒന്ന് പറയട്ടെ, ഞാൻ ഷട്ടിയിട്ട് തുള്ളുമ്പോ ഞാൻ ഷട്ടിയിട്ട് തുള്ളുമ്പോ ഇവരുണ്ട്. ഒരു പെണ്ണിനെ പീഡിപ്പിക്കാൻ വേണ്ടി അനുവാദം കൊടുക്കാം, അവളെ പീഡിപ്പിക്കാം, അതിന് കുഴപ്പമില്ല. പീഡിപ്പിച്ച ശേഷം കുഴപ്പമുണ്ട്. അതേപോലത്തെ വർത്താനം ഇപ്പൊ പറഞ്ഞത്. ഇത് കണ്ടോണ്ട് നിന്നിട്ട് കണ്ടു കഴിഞ്ഞതിന് ശേഷം മറ്റേ ഡാൻസ് കളിക്കാനുള്ളത് എല്ലാവർക്കും ഒരേപോലെ എടുക്കണം മനസ്സിലാക്കാം. അത് പറഞ്ഞാൽ ഞാനും ചെയ്യണമായിരുന്നു. ഞാൻ ചോദിക്കാം, ഷട്ടിയുടെ ഡാൻസ് വരുവാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഷട്ടിയുടെ ഡാൻസ് കളിക്കാനുള്ളത് എല്ലാവർക്കും വന്ന പണിഷ്മെന്റ് ആണ്. അത് ഓൻ ചെയ്തത് ഓന്റെ താല്പര്യ പ്രകാരമല്ല. അത് ഇവിടെ പണിഷ്മെന്റ് വന്നോടാ. മുണ്ടാടുക്ക എല്ലാരും മുണ്ടാടുക്ക് ലീഡറാ മുണ്ടാടുക്ക്. ഞാൻ സംസാരിക്കട്ടെ. അതായത് ഞാൻ പറയട്ടെ, ഷട്ടിയുടെ ഡാൻസ് കളിക്കാന്നുള്ളത് പണിഷ്മെന്റ് ആണ്. ഓക്കെ, അത് നീ പറഞ്ഞത് ശരിയായിട്ടില്ല അസ്പാക്കെ. കാരണം എന്ന് വെച്ചാൽ ഇവിടെ തിരിച്ചു പറയരുത്, ഞാൻ ഫുള്ള് പറയട്ടെ. അതായത് ഷട്ടി ഇട്ടിട്ട് ഡാൻസ് കളിക്കാന്നുള്ളത് ഇവിടെ ചാറ്റിനോട് ചോദിച്ചിട്ട് നമ്മളെല്ലാവരും കൂടിയിട്ട് എടുത്ത ഇതാണ്, പണിഷ്മെന്റ് ആണ്. അത് ഒരാൾക്ക് ശിക്ഷയായിട്ട് കിട്ടുമെങ്കിൽ ഷമീറ ഞാൻ ഇവിടെ ഒരു കാര്യം പറഞ്ഞു കൊടുക്കല്ലോ, ഇവിടെ വന്നിക്ക് ഇവരോട് ഞാൻ ഒരു കാര്യം പറയുമ്പോ മുണ്ടാണ്ട് തിരിച്ചു പറയാണ്ട് കേൾക്കുന്നതാ. അതാണ് റെസ്പെക്ട്, മനസ്സിലായി? ഇവരോട് ഞാൻ ഇപ്പൊ പറയുമ്പോ തിരിച്ചു പറയാണ്ട് കേൾക്കണം. നീ പറയുമ്പോ നീ തട്ടിക്കറി എന്റെ മേലത്തേക്കല്ല കയറുന്നത്. അതായത് ഈ പണിഷ്മെന്റ് ഷട്ടി ഇട്ട് തുള്ളാന്ന് വെച്ചാൽ ഇപ്പൊ അസ്പാക്കിന് അത് ഷട്ടി ഇട്ട തുള്ളാൻ വന്നു വിചാരിക്കാം, ചെയ്യണം. അനക്ക വന്നു വിചാരിക്കാം ഷട്ടി ഇട്ട് തുള്ളേണ്ട പണിഷ്മെന്റ്. അത് നമ്മൾ ചെയ്ത തെറ്റിന് നമുക്ക് കിട്ടുന്ന പണിഷ്മെന്റ് ആണ്. അതാണ് അവൻ ചെയ്തത്. അത് ആൾക്കാർ അത് തീരുമാനിച്ചാൽ ജനങ്ങളെ കാര്യമാണ് അതുകൊണ്ടാണ് ചെയ്തത്. മനസ്സിലാവും? ഇപ്പൊ നിനക്കത് ഷട്ടി ഇട്ട് തുള്ളേണ്ട സിറ്റുവേഷൻ വന്നതിനെ നീ ചെയ്യൂലേ? പിന്നെ അടുത്ത റൂൾ അതാണ്. നമ്മൾ ഈ തെറി എന്നുള്ള സാധനം ഇവിടെ എന്തിനാ ഒഴിവാക്കുന്നു? ഫാമിലി ഓഡിയൻസ് കാണുന്നോണ്ടാണോ? നീ ലീഡറല്ല, ഫാമിലി ഓഡിയൻസ് കാണുന്നോണ്ടാണ്. ആ ഫാമിലി ഓഡിയൻസ് കാണുന്നോണ്ട് തെറി ഒഴിവാക്കുന്നു. എന്നിട്ട് ആ തെറി വിളിച്ചാൽ ഷട്ടിയുടെ ഡാൻസ്. ശരിയാണ്. അതിന്റെ ലോജിക്ക് എന്താ? അത് ഓക്കെ. അത് വേറൊരു കാര്യം ഞാൻ ഒരു കാര്യം പറയാം. കോമാളിത്തരം കാണിക്കാനോ അങ്ങനെ ഫെയിം ആനാൻ വേണ്ടിയിട്ടെങ്കിൽ പണ്ടേ കൊണ്ട് നിന്റെ അപ്പുറം കൂടെയും ആണോ? അതൊന്നല്ല പറയട്ടെ, ആയിരുന്നോ? എന്ത് കാണിച്ചാലും ഫെയിമാനോ, എന്ത് കോമാളിത്തരം കാണിച്ചാലും, എന്ത് ഇത് കാണിച്ചിട്ടാണെങ്കിലും ഫെയിമാണെന്ന് ആഗ്രഹിച്ചിട്ടാണെങ്കിലും ഞാൻ എന്ത് കോമാളിത്തരത്തിൽ പണ്ടിന്റെ പേര് നിന്നേനെ. ഇന്ന് ഇപ്പൊ നീ അല്ല, ഞാൻ പറയട്ടെ, അത് കണക്റ്റഡാ. അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ, അതായത് ഫാമിലി ഓഡിയൻസിന് കാണുന്നതെന്ന് നമുക്കറിയാം, അതിനാണ് തെറിവാക്കുന്നത്. ഞാൻ തെറി വിളിച്ചിട്ട് കാണിക്കുന്നത് ഷട്ടി ഊരിട്ട്. അത് ഞാൻ ഗ്യാങ്ങിന്ന് പോണോ അല്ലെങ്കിൽ ഞാൻ ഇതിന്റെ ഉള്ളിൽ വേണ്ട, ഞാൻ ലൈവില് വേണ്ട തീരുമാനിച്ചാൽ പോലും ഞാനത് കാണിക്കൂല. എന്റെ ഫാമിലിക്കോ എന്റെ ഡിഗ്നിറ്റിക്കോ റൂളാണ്. ഓക്കെ, ഞാൻ ഇറങ്ങിപ്പോണ്ടി വന്നാലും ശരി, റൂളി. പക്ഷെ എന്റെ ഫാമിലിക്കോ എന്റെ ഡിഗ്നിറ്റിക്കോ ഒരു ഞാനൊക്കറിയില്ല. എന്നാ പിന്നെ ഞാൻ ഞാൻ ലീഡർഷിപ്പ് ഒന്നും അത് മുനാണ് കോലീഡർ, മുനു ഗ്യാങ്ങിന്റെ കോലീഡർ. കാണുന്ന ഓഡിയൻസും ടി വി കാണുന്ന ഫാമിലി ഉണ്ടെങ്കിൽ പിന്നെ അവർക്ക് കാണുന്ന ഇത് എന്തുകൊണ്ട് അന്ന് ചോദ്യം ചെയ്തില്ല?
ഒന്ന് വായോട്ട് ഞാനിവിടെ ഷട്ടിയിട്ട് കളിക്കുമ്പോ ഈ പറഞ്ഞ പരിപാടി ചെയ്യുമ്പോ 18,000 ആൾക്കാർ വോട്ട് ചെയ്ത് ഇത് കളിക്കണം എന്ന് പറഞ്ഞ് ചെയ്യുമ്പോ ഞാൻ സന്തോഷത്തോടുകൂടി ഞാൻ കളിക്കുന്നല്ല. നിങ്ങൾ പറഞ്ഞോണ്ട് ഞാൻ ഞാൻ ഒന്ന് പറയാൻ വിട്. ഞാൻ ഒന്ന് പറയട്ടെ ഒരു കാര്യം. ഞാൻ ഇവിടെ ഇത് കളിക്കുന്ന സമയത്ത് കല്യാണം കഴിഞ്ഞ 10-40 വയസ്സായ അച്ചായൻ ഇവിടെ ഉണ്ടായിരുന്നു. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടായ വിക്കീത്തൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. നിയാദ് ഇവിടെ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ അസ്പാക്ക് ഇവന്റെ ബായിൽ അണ്ണാക്കില് പിരിവെട്ടിയാന്ന് അല്ലെ പള്ളിയിൽ നേർച്ച കൂടാൻ പോയ നീ പള്ളിയിൽ നിങ്ങൾക്ക് എന്റർടൈൻമെന്റ് ഇവൻ പറഞ്ഞു അന്ന് ഇവൻ ഡാൻസ് കളിച്ചപ്പോ എന്തുകൊണ്ട് ഞാൻ എതിർത്തില്ല. ഒന്നാമത്തെ കാര്യം ഇവൻ ഡാൻസ് കളിക്കണോ വേണ്ടി ഇവന് തീരുമാനിക്കായിരുന്നു. പിന്നെ ഞാൻ പറയട്ടെ ഞാനിപ്പോ എന്താ പറഞ്ഞത് അങ്ങനെ ഗ്യാങ്ങിന്ന് പുറത്തു പോകേണ്ടി വന്നപ്പോൾ ഞാൻ കളിക്കുന്നത് ഞാൻ നിലപാടാണ് പറഞ്ഞത്. അത് ഇവനും ചെയ്യായിരുന്നു. എന്തുകൊണ്ട് ഇവനത് കളിക്കാൻ റെഡിയായി? ഇവനറിയാം എന്ത് വേണമെന്ന്. ഞാൻ കാര്യം പറയട്ടെ ഇവൻ അറിയായിരുന്നു എന്ത് വേണം ഇവിടെ കൊടുക്കണം. ഇവൻ അറിയായിരുന്നു. ഞാൻ പറയട്ടെ എനിക്ക് അത് വേണമെങ്കിൽ ഒരു ഒന്നാമത്തെ കാര്യം അത് റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ ഷമീർ കളിക്കുന്നത് എന്നാ ഞാൻ കാണാനില്ല എന്നുകൊണ്ട് അനക്കുവാങ്കില്ല. ഞാനിതിന്റെ ഒരു പാർട്ടായപ്പോ മനസ്സിലായോ? അപ്പൊ അത് പാടില്ല ഇത് പാടില്ല എന്ന് പറയുമ്പോ എന്റെ കാര്യം വേറെ ആകുന്നില്ല. എന്റെ നിലപാട് വരുമ്പോ ഞാനത് കാണിക്കുന്ന വേണം. വേറെ കാര്യങ്ങൾ ഞാനൊരു കാര്യം പറയട്ടെ എടാ, ഞാനിത് ഇൻട്രസ്റ്റോട് കൂടി ഞാനിത് അങ്കിൾ ചട്ടിയിട്ട് തുള്ളാൻ വേണ്ടിട്ട് ഞാൻ തുള്ളിയതല്ല. ഇവിടെ ഒരു റൂളാക്കി ഇവിടെ ഒരു സ്പിൻ ബോൾ ഇങ്ങനെ ഒരു സാധനമാക്കി. റൂൾ ഈസ് റൂൾ. ഇത് പറഞ്ഞിട്ട് വരുന്ന കുറച്ച് നാറുകൾ ഉണ്ടല്ലോ പൊന്നു മക്കളെ. നിങ്ങളിപ്പോ എവിടെ പോയി പൊത്തിന്റെ ഉള്ളിൽ പോയിട്ട് ഒളിച്ച കുർബാന കൂടാൻ പോയടാ നീയല്ലിപ്പോ. ഞാനൊരു കാര്യം പറയട്ടെ ആ സമയത്ത് ഇവന് ഈ ഡയലോഗ് പറയണം. അന്നേരം ഈ ഡയലോഗ് ഇല്ലേ? കാരണം എന്താ അറിയോ? ഒരു കാര്യം പറയട്ടെ ഇതെന്താ അറിയോ? ഒരു കൂട്ടത്തിൽ കൂടുമ്പം ആ കൂട്ടത്തിൽ തെറ്റ് നടക്കുന്നുണ്ടെങ്കിൽ പോലും എല്ലാവരും അതിനെ യോജിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാവരും വാഴ്ത്തും. അതിനെ തെറ്റായിട്ട് ആരും കാണൂല. ഒരു കൂട്ടത്തിൽ നിന്ന് ഒരു തെറ്റ് നടക്കുമ്പോ ആരും അതിനെ കുറിച്ച് സപ്പോർട്ടീവ് ആണ്. ആ പരിപാടിയാണ് ഇവനും അടക്കം ചെയ്തത്. അന്നേരം ഒന്നും ബായി ഉറക്കൂല, അന്നേരം ഒന്നും മിണ്ടൂല, അന്നേരം ഒന്നും ഇതാക്കൂല. ഇപ്പൊ സ്വന്തം കാര്യം വരുമ്പോ ഞാൻ ചെയ്തത് അനക്ക് എന്ത് ഇൻട്രസ്റ്റ് ഉണ്ടോ ഷട്ടിയിട്ട് തുള്ളാൻ വേണ്ടി? ഞാൻ എന്തുകൊണ്ട് ചെയ്തു? ഓഡിയൻസ് പറഞ്ഞു നിങ്ങൾ പോൾ ചെയ്തു. ഞാൻ അത്ര പറഞ്ഞു എനിക്ക് ഒരു കല്യാണം കഴിക്കണ്ടെന്ന് പോലും ഞാൻ പറഞ്ഞു. അതൊന്നും ആരും കണക്കിലെടുത്തില്ല. നിങ്ങൾ പറഞ്ഞു ഞാൻ ചെയ്തു. ആസ് എ സ്ട്രീമർ ഞാൻ എന്റെ കാര്യം ചെയ്തു. എന്റെ ഇത് പറഞ്ഞാൽ നിങ്ങൾ എന്റർടൈൻ ചെയ്യില്ല. ഇത്രയും കാലം ഇവൻ അംഗീകരിക്കപ്പെട്ടു. ഞാൻ പറയട്ടെ ഇതില് ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ചാൽ ആസ് എ സ്ട്രീമർ ഇവൻ അത് ചെയ്യേണ്ട കാര്യമായിരുന്നു. ഇവന് അത് ചെയ്തിട്ടില്ലെങ്കിൽ ചാറ്റിന്റെ ഇത് കിട്ടൂല. ചാറ്റ് പറയുന്നത് തെറ്റ് ഇതാക്കി കഴിഞ്ഞാൽ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചാറ്റിന് സപ്പോർട്ട് കിട്ടൂല. കാരണം ചാറ്റ് പറയുന്നത് ചെയ്യാന്നുള്ള ഞാനായാലും ഷമീർ ആയാലും നമ്മൾ രണ്ടാളായാലും അത് ചെയ്യേണ്ടത്. പക്ഷെ അസ്പാക്കിനെ സംബന്ധിച്ച് ഇവനൊരു സ്ട്രീമർ അല്ല, അത് ചെയ്യേണ്ട കാര്യമല്ല. ഞാൻ പറയുന്നത് രണ്ടാളും ഷമീർ ചെയ്തത് തെറ്റാണോ റോങ് ആണെന്നുള്ളത് ഓന്റെ പെർസ്പെക്റ്റീവാ, ഓന്റെ തീരുമാനാ. അതിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റും. നീ ചെയ്യേണ്ടതെന്ന് നമുക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല. നീ പറയുമ്പോ ഞാൻ അടക്കറിയില്ല. ഞാൻ പറയട്ടെ ഒന്നാമത്തെ കാര്യം ഇപ്പൊ നീ അത് പറഞ്ഞാൽ ഇവൻ സ്ട്രീമറാണ്, ഇവൻ അതിന്റെ കാര്യങ്ങളുടെ വാട്ടവർ. ഞാനൊരു സ്ട്രീമർ ആയിട്ടില്ല, ഞാൻ ഇവിടുത്തെ ഒരാളാണ്, സാധാ ഒരാളാണ്. എന്റെ ഫാമിലി കാണുന്നുണ്ട് കാര്യങ്ങളുണ്ട്. അപ്പൊ എന്റെ കാര്യം ഞാൻ പറയുന്നത് അങ്ങനെ വീടിന്ന് ഇറങ്ങി പോയാൽ പോലും ഞാനത് ചെയ്യൂല എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ഇതാ. മനസ്സിലായ? അത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്റർടൈൻമെന്റ് ആവൂല ഇല്ല അത് ഞാൻ നോക്കുന്നില്ല. ഞാൻ എന്റെ ഫാമിലിന്റെ ഇതാ നോക്കുന്നില്ല. എന്റെ ഉമ്മ ഇത് കാണും, ഇത് ആൾക്കാർ ഇത് കാണും. ഈ കാര്യം ഞാൻ അവിടെ നോക്കുന്നുള്ളൂ. അവിടെ ഓൻ ചെയ്തത് ഓന്റെ പെർസ്പെക്റ്റീവ് കംപ്ലീറ്റ്ലി റൈറ്റ് ആയിരിക്കും. ഞാൻ അവനതിൽ കുറ്റം പറയുന്നില്ല. പക്ഷെ ഓൻ പറഞ്ഞു ഒഴിവാക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഇത്ര തെറിവ് പാടില്ല, എല്ലാം വിളിക്കണം. അങ്ങനെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അങ്ങനെ ഇതുണ്ടെങ്കിൽ എല്ലാം ഒഴിവാക്കണം. ഇത് ഇവിടെ ഷട്ടിട്ട് വിളിച്ചിട്ട് ഇന്ന തെറി പാടില്ല ഇന്ന തെറി വേണമെന്ന് പറയുന്നതിന്റെ ഈ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. തെറിയെല്ലാം തെറിയാന്നേ. ആന കെട്ടവനും അടക്ക കെട്ടവനും കള്ളം തന്നെയാണ്. മുനു മുതിർന്ന പൗരൻ 2 വാക്ക് ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താ അറിയോ?
ഇവരെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ പരിപാടി ചെയ്യരുത്. അല്ല ഞാൻ ഒരു സ്ട്രീമർ ആയിക്കൊണ്ട് എനിക്ക് ചെയ്യേണ്ട എന്റെ ഇതായിരുന്നു. ഇപ്പൊ ഇവനാണെങ്കിലും ഇവിടെ ബാക്കി ആരാണെങ്കിലും മുനു സ്ട്രീമർ അല്ല, ബാക്കി ആരായാലും നിങ്ങൾ ചാറ്റ് പറയേണ്ട കാര്യം നമ്മൾ കേൾക്കണം. കാരണം നമ്മള് സ്ട്രീമർ ചെയ്യേണ്ട കാര്യം മനസ്സിലാവും. ഓന്റെ സ്റ്റാൻഡിൽ വന്ന് നിൽക്കുന്നു വാട്ടവർ ഓന്റെ ശരി, നമുക്ക് നമ്മളെ ശരി, അത് അത്രേ ഉള്ളൂ. മനസ്സിലായി? ഒരു സിമ്പിൾ ചോദ്യം, നീ ഈ മങ്കി കയറിയിട്ട് അപ്പൊ എന്തുകൊണ്ട് സോഷ്യൽ പ്രതിബദ്ധതയുള്ള നീ എന്തുകൊണ്ട് പെണ്ണുപിടിക്കാൻ നിൽക്കുന്നു? എന്ത് പെണ്ണുപിടിക്കാൻ? അതൊരു വീഡിയോ ചാറ്റ് പ്ലാറ്റ്ഫോമാണ്. അതിലെന്ത് ഞാൻ ഓളെ പോയി അടക്കറി പിടിച്ച നീ എന്ത് പറയുന്നത്? നീ അതിനെ പിന്നെ എന്തിനാ നീ പെണ്ണിന്റെ അടുത്ത്? ഞാൻ മങ്കി കയറിയിട്ട് കാണിച്ച ഒരു വൃത്തിയോട് അവരാതും നീ കാണിക്കൂല. ഞാൻ എന്തിന് കാണിക്കണം? അല്ലെങ്കിൽ അങ്ങനത്തെ ഇത് ചെയ്യൂലല്ലോ. ഞാൻ പറയട്ടെ, ഒരാളെ ഫാമിലിന്റെ കാര്യോടെ പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറയാം. ഞാനും പൊട്ടനാ നീയും പൊട്ടനാ, നമ്മള് ശ്രീനിവാസാ, നമ്മള് കോമാളികളാ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യുമ്പോ ഇത് അല്ലാണ്ട് ഞാൻ പറയുന്നത് കേക്ക്, ഞാൻ പറയുന്നത് എന്റെ വീട്ടില് ഉമ്മയും ഇതെല്ലാം ഉണ്ടാ, നമ്മളും എന്റെ ഉമ്മയിലും ഇതെല്ലാം കാണുന്നടാ. ഞാൻ പറയുന്നത് പിന്നെ എന്നിട്ട് ഒരുമാതിരി ചെയ്യാൻ പറ്റില്ല എന്ന് പറയാം. ഇവരെയും ഈ ഓഡിയൻസിനെ വിശ്വസിക്കുന്ന ഇത് നമ്മളെ തെറ്റാടാ. ഞാൻ ഈ എന്റർടൈൻ ശിവനെ ഞാൻ പറയുന്നത് കേക്ക്, നമ്മള് സ്ട്രീമേഴ്സാണ്, നമ്മൾ ഇങ്ങനത്തെ കോമാളികളാണ്. അത് നമ്മളെ അക്സെപ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഇറങ്ങുന്നത്. ഇതിലുള്ള പ്രൈസാണ് ഇത്, മനസ്സിലാ? ഇതില് അങ്ങനെ സാക്രിഫൈസ് ചെയ്താലും ഇവരെന്തിനിപ്പോ ക്യാമറന്റെ മുമ്പിൽ ഇവൻ വന്നു? ഞാൻ കുറച്ച് കേട്ടു, ഞാൻ അങ്ങനെ ഫേമസ് ആകുന്നതിൽ തെറ്റുണ്ടോ? ഫേമസ് ആകാൻ വരുന്ന ഒരാള് പിന്നെ ഒരാളെ കുറ്റം കാണിക്കരുത്. അതായത് മൊയലിനെ കാണിച്ചിട്ട് ഇതിന്റെ കുറ്റം പറയരുത്. എല്ലാവരും ഒരേ വിഭാഗത്തില്ല. അപ്പൊ പിന്നെ ഇവൻ മാത്രം ഫേമസ് ആണെന്നൊന്നുമില്ല. നല്ല കാര്യം അബ്ദുൽ കലാം നീലില്ല ഞാൻ ഒരു കാര്യം പറ്റി, ഇവൻ ഇപ്പൊ ചെയ്തതിന്റെ 100 ഇരട്ടി ചെയ്തിട്ടിരിക്കുന്നവരാ ഞാന്. മനസ്സിലാ? അത് അങ്ങനത്തെ അങ്ങനെ പറയട്ടെ, ഇതിൽ ഒറ്റ ഇതേ ഉള്ളൂ. ഷമീർ വാട്ടവർ ഷമീറിനാണ്. പക്ഷെ ഞാൻ ചെയ്യൂലെന്ന് ഇത് നല്ലതിൽ തീർക്കണം. നമുക്ക് ഇത് നല്ലതിൽ തീർക്കണം. ഇതൊരു ഡിബേറ്റ്, നമ്മളെ മുന്നോട്ടേക്കുള്ള യാത്രക്കുള്ള ഒരു ഡിബേറ്റ്. അതെ ഈ സംസാരം. അതെ, ചിലപ്പോ ഇതോടുകൂടി നമുക്കൊരു തീരുമാനം, നമ്മളെ തെറിവിളികൾ വേണോ വേണ്ടിയുള്ളത്. ഇതിൽ എൽ ഷമീർ അത് സ്പാൻ ചെയ്യുന്നത് നിങ്ങളോട് ഒന്നും പറയാനില്ല. അത് ഓന്റെ സ്റ്റാൻഡിൽ നിൽക്കണം. നിങ്ങൾ എൽ ഷമീർ ഇടുന്നത്, നമ്മൾ ഇടുന്ന ഡിബേറ്റ് എൽ ഷമീർ ഇടുന്നതിന്റെ എല്ലാ അസ്പാക്കുന്ന ഇടുന്നവരോടും എനിക്കതേ പറയുള്ളൂ. നിങ്ങൾ എന്നെല്ലിട്ടോട്ടെ, ഞാനത് ബാധിക്കൂല. നമ്മൾ അവസാനം നിങ്ങൾ എന്നെ അല്ലിട്ടോ, നിങ്ങൾ എന്നെ തെറി വിളിച്ച് അതിന് ഒരു കുഴപ്പമില്ല. പക്ഷെ ഷമീറിന് അല്ലിടുന്ന ഒരു കാര്യം പറഞ്ഞു, ഓ നിങ്ങൾക്ക് വേണ്ടിട്ട് ഇതായതാ. ഞാൻ പറഞ്ഞത് എന്റെ പെർസ്പെക്റ്റീവേ ഞാൻ പറഞ്ഞല്ലോ. ഓനെ പിടിച്ച് മാറ്റാൻ കഴിയില്ല. നിങ്ങളെല്ലാം എന്നെ ഇട്ടോ, എനിക്കൊരു കുഴപ്പമില്ല. ഓനെ ഇടുന്നതിന്റെ ലോജിക്കാൻ അറിയോ? ഞാൻ പറയുന്നത് അന്തിമ തീരുമാനം ഞാൻ പറയാം. അതായത് ഒന്നും പറയാനില്ല. സ്ക്രിപ്റ്റഡ് ബൈ MRG എന്ന് പറയുന്ന നാറികളെ, ഇത് എന്താണ് നമ്മളിവിടെ നാടകം നടക്കുന്ന നാടകം അടിപൊളി ആവില്ല. ഇത് കിടിലം പോലെ പോയ സാധനം അടിപൊളി ആവില്ല. ഇവിടെ മെയിൻ സ്ക്രിപ്റ്റിൽ ഇരിക്കുന്നുണ്ട്. സ്ക്രിപ്റ്റ് ജാസിയിൽ ഇൻവോൾവ് ആകുന്നതോടുകൂടി ഇതിൽ ചിലപ്പോൾ സ്ക്രിപ്റ്റ് വരാൻ സാധ്യത. മനസ്സിലാ? ജാസി ആണ് സ്ക്രിപ്റ്റ്. മനസ്സിലായോ? അങ്ക് ഒറ്റ സാരേ അങ്ക് കൊണ്ടിട്ടുള്ളൂ. അതായത് നീ ഷട്ടി ഇട്ടിട്ട് തുള്ളിയല്ലേ എടാ, അത് നിനക്ക് കേട്ടാവൂലേ? അങ്ങനെ പറഞ്ഞാൽ നമ്മൾ എന്തിനാടാ ചെയ്യുന്നത്? ഇവർക്ക് എന്റർടൈൻമെന്റിന് വേണ്ടിട്ട് ഇവർ പറഞ്ഞുകൊണ്ട് ഇവർ അങ്ങനെ പറയാൻ കാരണം അങ്ക് ഇതൊന്നും ആവശ്യമില്ല. അങ്കിന്റെ ഫെയിമിന്റെ ഞാൻ പറയുന്നവര് മാത്രം സംസാരിച്ചാൽ മതി. ഓക്കെ, എന്താ നിക്കെന്താ പറയാനുള്ളത്? ഇതന്നെ വേർതിരിവ്. അതായത് ഞാൻ ഫേമസ് ആകുമ്പോന്നല്ല അങ്കിങ്ങനെ ഇതില്ല, പിന്നെന്തിനാണ് ക്യാമറയുടെ മുമ്പിൽ വരുന്നത്? അല്ല, അതിനെ കുറിച്ച് ഞാൻ 2 വാക്ക് പറയാം. അല്ല മുണ്ടാടിക്ക്, ഞാൻ സംസാരിക്കുമ്പോ ആരും ഉണ്ടല്ലേ, ഞാൻ സംസാരിക്കുമ്പോ ആരും ഉണ്ടരുത്.
ഓക്കെ, അതിന്റെ ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. അസ്പാക്ക് ലൈവിൽ വന്ന കാര്യം എന്ന് വെച്ചാൽ ഞാൻ നിർബന്ധിച്ച് പിടിച്ച് കയറ്റിയതാണ്. പിന്നെ റിഗ്രറ്റ് ചെയ്ത് വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇവനെ കയറ്റിയതിന് ശേഷം എനിക്ക് തോന്നി വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം ഇത്രയും കൊല്ലം ഈ 2-3 കൊല്ലമായിട്ട് ഇവൻ്റെ ഞാൻ സ്ട്രീം ചെയ്യുമ്പോൾ ഇവൻ എൻ്റെ അടുത്ത് വന്നിട്ട് എനിക്ക് സ്ട്രീമിൽ കയറണമെന്നോ അല്ലെങ്കിൽ എനിക്ക് ഫേമസ് ആണെന്നോ എന്നോട് പറഞ്ഞിട്ടില്ല. ഞാനിവൻ ഇൻവൈറ്റ് ചെയ്യലുണ്ട്, ഇവൻ വരലില്ല. പക്ഷെ ഇത്തവണ ഞാൻ ഇവനെ നിർബന്ധിച്ച് പിടിച്ച് ലൈവിൽ കയറ്റി. ഇപ്പം എനിക്കത് വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവൻ എന്താ പറയാ, അല്ല ഇപ്പം അല്ല, മിന്നാന്ന് ഇവൻ വന്നിട്ട് ഇങ്ങനെ എൻ്റെ പഴയ കഥയിൽ എക്സ്പോസ് ചെയ്യാൻ പോയപ്പോൾ എനിക്ക് വേണ്ടായിരുന്നു എന്ന് തോന്നി. സ്റ്റിൽ എല്ലാവർക്കും അവരവരുടേതായ ഇത് ക്യാരക്ടറും അഭിപ്രായങ്ങളും ഉണ്ടാവും. അത് ഒന്നാമത്തെ കാര്യം. ഇതിപ്പോൾ അസ്പാക്ക് പറഞ്ഞതെന്ന് വെച്ചാൽ അസ്പാക്കിനോടാണ് ഈ ഷഡ്ഡിട്ട് തുള്ളാൻ പറഞ്ഞെങ്കിൽ അസ്പാക്ക് ചെയ്യൂലായിരുന്നു. കാരണം ചെയ്യൂലായിരുന്നു. പക്ഷെ എന്നോടാണെങ്കിൽ ഞാൻ ചെയ്യും, എന്നോടാണ് നീ ചെയ്യും. കാരണം വി ആർ സ്ട്രീമേഴ്സ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരാളങ്ങനെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടി ഈ 18,000 ആൾക്കാർ വോട്ട് ചെയ്തിട്ട് ഈ 4 ലക്ഷം ആൾക്കാർ കാണുന്ന ഇതിൽ ഈ പ്ലാറ്റ്ഫോമിൽ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെയും കൂടി അഭിപ്രായത്തിനെ മാനിച്ചിട്ടാണ് ചെയ്യുന്നത്. അതിൽ ഒരുത്തൻ നമ്മളെ കൂട്ടത്തിലുള്ള ഒരുത്തൻ തന്നെ നീ ഷഡ്ഡിട്ട് തുള്ളിയാലടാ നിങ്ങക്ക് വീട്ടിലെ ആൾക്കാരുടെ വള്ളം കൊടുത്തേ വെറുതെ ഇല്ലാത്തത് ഇതാക്കരുത്. അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. പറഞ്ഞാ മതി, എനിക്ക് മൈക്കൊന്നും വാങ്ങണ്ട. ഇവൻ പറഞ്ഞു ഇന്നത്തെ നല്ല രീതിയിൽ ഞാൻ കാര്യം പറയില്ല. ഞാൻ പറഞ്ഞു ഇന്നത്തെ ഒഴിവാക്കുന്നുണ്ടെങ്കിൽ ഇത്ര വിളിക്കാൻ പാടില്ല. അതായത് ഓൻ എല്ലാ ദിവസവും തെറി കിട്ടലുണ്ട്, എല്ലാ ലൈവും തെറി വിളിക്കുന്നുണ്ട്. ഷമീറ, നീ പറയുന്ന നമ്മ എല്ലാവരും കേട്ടിരുന്നു. ഇവൻ പറയുമ്പോ നീ മാറിക്കുന്നത് ശരിയല്ല. നീ വന്ന പറ. എല്ലാ തെറിയും ഒഴിവാക്കണം എന്നാണ് ഇവൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അതല്ല ഇവൻ പറയുന്നത്. നീ പറഞ്ഞു ഇവൻ ഷഡ്ഡിട്ട് തുള്ളിയിൽ ഇവനെ കളിയാക്കി എന്ന് പറഞ്ഞു. എത്തുന്നേ അതായത് നമ്മൾ ഇതെല്ലാം ആഫ്റ്റർ ഓൾ ഇതെല്ലാം ചെയ്യുന്നതിനാ എന്റർടൈൻമെന്റ് അല്ല, ഈ തെറി ഒഴിവാക്കുന്ന കാര്യങ്ങളും ഇതെല്ലാം ചെയ്യുന്ന ഫാമിലി എന്നുള്ള സാധനം. ഞാൻ എന്താ പറഞ്ഞത്, ഒഴിവാക്കുന്നുണ്ടെങ്കിൽ എല്ലാം ഒഴിവാക്കണം. എല്ലാം വെക്കുന്നുണ്ടെങ്കിൽ നമ്മൾ യൂഷ്വൽ കോൺവെർസേഷനിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് പെമ്പേടും അത് വെച്ചിട്ട് ബാക്കിയെല്ലാം ഇതാക്കണം. ഇവൻ പറഞ്ഞു അത് പറ്റൂല, കാരണം ഫാമിലി അതാണ് തേങ്ങയാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഫാമിലിനെ കൺസേൺ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഷഡ്ഡിട്ട് തുള്ളി ഒരു ചോദ്യമേ ചോദിച്ചുള്ളൂ. ഫാമിലിനെ അത്രയും കൺസേൺ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു അപ്പൊ എന്നോട് ചോദിച്ചു എന്ത് അപ്പൊ നീ തുള്ളു. ഞാൻ പറഞ്ഞു എന്റെ സ്റ്റാൻഡാണ്, ഞാൻ എടുത്തു, ഞാൻ തുള്ളൂല. നീ തുള്ളൂല. ഒരാൾ സൂപ്പർ ചാറ്റ് ചെയ്തതിന് അസ്പാക്ക് ഇതിന് നീ ഉത്തരം പറയാം. നീ ഇത്രയും ന്യായീകരിക്കുന്നുണ്ടല്ലോ അസ്പാക്കെ. ഇത്രയും ന്യായീകരിക്കുന്ന അസ്പാക്കെ നാളെ നീയല്ലേ തൊപ്പിയെ കൊണ്ട് പണ്ട് ചെയ്യിപ്പിച്ച അപ്പൊ ഈ ഫാമിലി കാണുമോ എന്ന് ഓർത്തില്ല. കറക്റ്റ് ഷമീറാണ് കറക്റ്റ് ചെയ്തത്. ഈ തിരിച്ചറിവ് ബുദ്ധി എന്നുള്ള സാധനം അത് ഇന്നലെ ഇന്നും ഉണ്ടാകുന്നതല്ല, നമുക്കൊരു പോയിന്റ് എയിം ഉണ്ടാകുന്ന കാര്യമാണ്. പണ്ട് നമ്മൾ അങ്ങനെ നടക്കുക. ഈ ഇത്രയും കൊല്ലങ്ങൾക്ക് മുമ്പേ നമ്മളുള്ള നീയാണോ അല്ല ഈ സൂപ്പർ ചാറ്റ് ഇട്ടോ തന്നെ പണ്ടത്തോനാണ്. ഇത് ശരിക്കും പറഞ്ഞാ എന്നെ പറഞ്ഞ പോലെയാണുള്ളത്. മനസ്സിലായ ഈ സൂപ്പർ ചാറ്റ് ഇട്ടോ ഇന്നലത്തോനാണോ മാറിയില്ലേ? ഒരു മാറിയില്ലേ? ഈ മാറാനുള്ള ഇതിന്റെ മാറ്റത്തിനും ഞാനൊരു ഇതല്ലേ ഇപ്പൊ രണ്ടാമത് അത് ഈ നിർത്താൻ പറഞ്ഞത് ഞാൻ തന്നെ അല്ലേ. അതായത് പണ്ടത്തെ അവര് ചോദിക്കുന്നതിൽ കാരണം ഓക്കെ നീ നിർത്താൻ പറഞ്ഞത് നീ ശരി, പക്ഷെ തുടങ്ങാൻ പറഞ്ഞത് നീ. അങ്ങനെ ഒരു സാധനം ഉണ്ട്, തെറ്റല്ലേന്നാണ് അവര് ചോദിക്കുന്നത്. തെറ്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അത് ആ ഒരു നിനക്ക് അത്ര ആഗ്രഹമുണ്ട് അല്ലെ, യൂട്യൂബർ ആണെന്നില്ല, ഇത് നമുക്ക് ഒരാളെ വേണം അല്ലെങ്കിൽ ഇന്ന രീതിയിൽ നമുക്ക് ഉയരാൻ ഒരു റോൾ മോഡൽ വേണം. നമുക്ക് ആരാന്നുണ്ടായത് ഐഷോ സ്പീഡ് എന്നുള്ള യൂട്യൂബർ നമ്മൾ ഇൻസ്പയർ ചെയ്തത്. ആ യൂട്യൂബർ കാണിക്കുന്ന ക്രേസിനെസ് എന്ന് പറയുന്നത് അവിടെ വെസ്റ്റേൺ കൺട്രീസിൽ അത്രയും ഓക്കെ കാര്യം. നമ്മളെ സമൂഹം നമ്മളെ സമൂഹത്തില് ആ രീതിയിലേക്ക് അവരുടെ മെന്റാലിറ്റി വന്നിട്ടില്ല. ഇങ്ങനെ തെറി വിളിക്കുന്ന ആയിക്കോട്ടെ ഇതായിക്കോട്ടെ ഒന്നും വന്നിട്ടില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഇതിലേക്ക് ഇവരെ ഇൻജക്ട് ചെയ്യാനേ പറ്റും. അന്ന് അത്രയും രീതിയിൽ ചെയ്തുകൊണ്ട് ഇന്നൊരു ഇതിലേക്ക് എത്തി. മനസ്സിലായ? ഓക്കെ ശരി. ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാരും ചാറ്റില് റിമൂവ് അസ്പാക്ക് പറയുന്നുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ ജാസ്തി ഒരു കാര്യം മനസ്സിലാക്കണം. ഈ റിമൂവ് അസ്പാക്ക് എന്ന് പറഞ്ഞാൽ മുകളിൽ പോയിട്ട് കരയാൻ ഇവന് ഇതിന് വേണ്ടിട്ട് വന്നതല്ല. അങ്ങനത്തെ പ്രശ്നം ഇവനാകുമ്പോ ചിന്തിക്കണം. ഞാൻ കാരണം വെച്ചാൽ ഇതിൽ ലാസ്റ്റ് പറഞ്ഞ സൂപ്പർ ചാറ്റിന്റെ ഒരു മറുപടി ഞാൻ പറഞ്ഞുതരാം. അതായത് പണ്ട് ഇതേപോലെ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതല്ല അസ്പാക്കല്ല,
പിന്നെ ഇപ്പം എന്തുകൊണ്ട് അസ്പാക്ക് ഇത് പറയുന്നു എന്നുള്ളത്, അതായത് തുടങ്ങിപ്പിച്ചത് അസ്പാക്കാണ്, നിർത്താൻ പറഞ്ഞത് അസ്പാക്കാണ്. ആ സമയത്ത് ഇവർ എന്നെ കൂടെ അതെല്ലാം ചെയ്യാൻ പറഞ്ഞുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഐഡിയ കിട്ടി, അല്ലെ അങ്ങനെ ചെയ്യാൻ പറ്റും എനിക്ക് ഫുള്ള് ഹെൽപ്പ് ചെയ്തുകൊണ്ട് അങ്ങനെ അത്രയും വലിയൊരു ഗ്യാങ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റി, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ലെഗസി എനിക്ക് ഉണ്ടാക്കാൻ പറ്റി, അല്ലെങ്കിൽ അത്രയും ഒരിക്കലും ഒരു യൂട്യൂബറിന് അല്ലെങ്കിൽ ഒരു നോർമൽ ഒരു ഇൻഫ്ലുവൻസറിന് ഉണ്ടാക്കാൻ പറ്റാത്ത അത്ര എമൗണ്ട് എനിക്ക് ഇതിൽ ഉണ്ടാക്കാൻ പറ്റി. മനസ്സിലായി? സ്റ്റിൽ ശരിയാണ്, മോശമാണ്, ശരിയാണ്, ഇത് ഫാമിലിക്ക് പറ്റാത്ത കാര്യങ്ങളെല്ലാം തന്നെയാണ് ഞാൻ ചെയ്തത്. അതിൽ ഞാനിപ്പം റിഗ്രറ്റ് അടിക്കുന്നു. പക്ഷെ സ്റ്റിൽ എനിക്ക് ജീവിക്കാൻ ആ സമയത്ത് എനിക്ക് വേറൊരു വഴി ഉണ്ടായിരുന്നില്ല. അതിനൊരു വഴി കാണിച്ചു തന്നത് ഇവനാണ്. ആ കാര്യത്തിൽ ഞാൻ വേറെ എല്ലാം ഞാൻ ഷമീറിന്റെ ഭാഗത്ത് തന്നെ നിൽക്കും. പക്ഷെ ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ, പണ്ട് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച ഈ പ്രാന്തൻ വേഷം എന്നെ കെട്ടി അടുപ്പിച്ച് എന്നെ ഇവിടെ ചെയ്യിപ്പിച്ചതിൽ അതിൽ ഞാൻ പറയല, അതിൽ അസ്പാക്കിനോട് എനിക്കുള്ള കടപ്പാട് ചെറുതൊന്നുമല്ല. മനസ്സിലാവും? ആ കാര്യത്തില് ഇന്നലെ ഞാൻ പറയാലോ, ഇന്നലെ കുറെ ചാറ്റിലും കുറെ അല്ല കമന്റ്സിൽ ഇന്നലെ കുറെ ഇങ്ങനെ ഞാൻ ഇത് കണ്ടു, കമന്റ് കണ്ടു, തൊപ്പി ഗിവിങ് ഫേവറിസം ടു ഷമീർ, അസ്പാക്കിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, അസ്പാക്കിനെ ഇതാക്കുന്ന, അസ്പാക്ക് കാരണം ഇവന് നീ ഇടം വരെ എത്തിയില്ല, എന്നിട്ട് ഷമീറിനെ സപ്പോർട്ട് ചെയ്യുന്ന, അസ്പാക്കിനെ ഒഴിവാക്കുന്ന, അവോയ്ഡ് ആക്കുന്ന, അങ്ങനത്തെ കുറെ കമന്റ്സ് ഞാൻ കണ്ടു. ഞാൻ പറയുന്നതെന്ന് വെച്ചാല് ഇപ്പൊ ഷമീറിനെ എനിക്ക് അധികം പോണ ഇതൊന്നും പറയാൻ പറ്റില്ല. ഷമീർ പെട്ടെന്ന് നിങ്ങൾ തന്നെ കണ്ടിട്ടില്ലേ, പെട്ടെന്ന് ചൂടാവും ഇതാവും ചെയ്യും. അസ്പാക്കിനെ അവിടെ പട്ടിയാക്കിയാലും ഒരു ചവിട്ടിയാലും അസ്പാക്ക് അല്ലൊന്നിച്ച് തന്നെ ആയിരിക്കും. മനസ്സിലാവും? അത് നമ്മൾ പണ്ട് മുതൽ അങ്ങനെയാണ്. മനസ്സിലാവും? ആ ഒരു സ്വാതന്ത്ര്യം എനിക്ക് ഉണ്ട് അവനോട്. ഇപ്പൊ ഞാൻ ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞു, ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞാലും കുഴപ്പമില്ല ഇവനോട്. മനസ്സിലാവും? ഷമീറിനോട് അങ്ങനെയല്ല. ഷമീർ പെട്ടെന്ന് ദേഷ്യമാവും, പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന കൂട്ടത്തിലാണ്. മനസ്സിലാവും? അപ്പൊ ഞാൻ പറഞ്ഞ വെച്ചാൽ ലാസ്റ്റ് പറഞ്ഞ സൂപ്പർ ചാറ്റ് എന്നെ കോമാളിയാക്കി എന്ന് പറഞ്ഞതിന്റെ ആ ഒരു സാധനം അതിനുള്ളൊരു മറുപടി പറയണമെന്നുണ്ട്.